ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് ഒന്നല്ല രണ്ട് വണ്ടിയുണ്ട് റിവ്യൂ പറയാനായിട്ട്. ഒന്ന് നമ്മുടെ ബർഗ്മാനാണ്. ബർഗ്മാനെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സർവീസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് നമ്മുടെ അടുത്ത് ഹോണ്ടയുടെ 350 ആണ്, CB 350. ഈ വണ്ടി നല്ല അടിപൊളി കളറാണ്, മാറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ റിവ്യൂ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂവും കൂടി, രണ്ട് വണ്ടിയുടെ റിവ്യൂ നമുക്ക് ഇന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ വണ്ടി തന്നെ തുടങ്ങും. ബർഗ്മാൻ 125 ആണ് വണ്ടി. നമ്മൾ ജാനുവരിയിലാണ് വണ്ടി എടുക്കുന്നത്. ഡിസംബറിൽ ബുക്ക് ചെയ്തു. ഡിസംബറിൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ക്രിസ്മസിന് വണ്ടി എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസംബറാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ജാനുവരിയിലാണ് വണ്ടി കിട്ടിയത്. അങ്ങനെ വണ്ടി കലക്കം വണ്ടിയാണ്. അപ്പം വിചാരിച്ചാലും നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകാൻ പറ്റും. അത്യാവശ്യം ഘട്ടങ്ങളിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ ഓവർ സ്പീഡ് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒക്കെ അപകടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അറിയാലോ. പിന്നെ വേറെന്താ പറയാനുണ്ട്, മൈലേജ് ഒരു 55-60 മൈലേജ് ഉണ്ട്. ആരും കണ്ടൊന്നും വെക്കരുതട്ടാ എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വണ്ടികളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. നല്ല പെർഫോമൻസും കാര്യങ്ങളും. പിന്നെ ലോങ് റൈഡ് പോകാനായിട്ട് നല്ലൊരു സംഭവമാണ്. നമുക്ക് കംഫർട്ടായിട്ട് പോയി വരാം. ഞാൻ മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. അതിൽ ലോങ് ഒന്നും ഇതും കൊണ്ട് പോയിട്ടില്ല. പക്ഷെ അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഇതും കൊണ്ട്. പിന്നെ മീറ്ററിലേക്ക് വരികയാണെങ്കിൽ നോർമൽ മീറ്ററാണ്, വലിയ സംഗതികളൊന്നുമില്ല. അതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഈ മോഡലോട്ട് ഹയർ മോഡലിലേക്കൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ടോപ്പ് മോഡലിൻ്റെ തൊട്ടടിയിലത്തെ മോഡലാണ്. ഇത് മാത്രം വൈറ്റ് കളർ തന്നെയുള്ളൂ. ടോപ്പ് മോഡൽ വൈറ്റ് വന്നില്ല. ടോപ്പ് മോഡലിന് പിന്നെ പ്രത്യേകതയുള്ളത് വലിയ ടയറായിരിക്കും. ബാക്ക് സൈഡ് 2 ടയറും വലിപ്പം ഉണ്ടാവും. വീൽ സൈസ് വലിപ്പം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. ഇത് ബാക്ക് ടയർ ചെറുതാണ്, നോർമൽ ടയറാണ്. ഫ്രണ്ട് ടയർ ഇച്ചിരി വലിയ ടയറാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിലേക്ക് വരികയാണെങ്കിൽ ഇതേ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ, അതിനകത്ത് ഞാൻ ഒരു വെള്ളം കുപ്പിയൊക്കെ ഇറക്കി വയ്ക്കാനുള്ള സ്പേസ് ഇട്ട് അതിനകത്ത്. പിന്നെ ഇത് നമ്മുടെ ചാർജിങ് പോർട്ടൊക്കെ ഉള്ള ഒരു ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറക്കി വയ്ക്കാം, അങ്ങനത്തെ സെറ്റപ്പ്. പിന്നെ ഫോണുകൾ ഇതിനകത്ത് വെച്ചിട്ട് ഉപയോഗിക്കരുത് മാക്സിമം. കുലുങ്ങിയൊക്കെ വരുമ്പോൾ ഫോണിൻ്റെ ക്യാമറയൊക്കെ ചീത്തയാവുന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പിന്നെ അവിടെ നമുക്ക് അടിയിൽ ഹുക്ക് വരുന്നുണ്ട്. അതേപോലെ ആണ് തുറക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ലഗേജൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റും. നമുക്ക് സ്പേസ് ഉണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ. പിന്നെ അപ്പുറത്തും ഒരു ഹുക്ക് ഞാൻ കാണിച്ചിരുന്നില്ല. പിന്നെ കീ ഫങ്ഷൻസൊക്കെ വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഹോണിൻ്റെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. പിന്നെ ഇപ്പുറത്തെ ഒരൊറ്റ സ്വിച്ചാണ് വരുന്നത്. അത് നമുക്ക് എൻജിൻ ഓഫ് ഓൺ ചെയ്യാനും പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതുമൊരു പുഷ് ഷട്ടർ വരുന്നുണ്ട്, മറ്റേ ഷട്ട് ചെയ്യാനായിട്ടുള്ളത്. ആ സാധനം ഷട്ടർ പോലത്തെ അടഞ്ഞ് പോവുക സ്വിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇനി വരുന്ന സീറ്റിൻ്റെ അടിയത്തെ സ്പേസിന് നല്ല സ്പേസ് ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ കോട്ട് മാത്രം ഇട്ടുള്ളൂ ഇതിനകത്ത്. എങ്കിലും ഇതിനകത്ത് നല്ല സ്ഥലമുണ്ട്. ഹെൽമെറ്റ്, ഫുൾ സൈസ് ഹെൽമെറ്റൊക്കെ കയറും. പിന്നെയും കണസ കുറേ സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാം നമുക്ക്. അതിനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സർവീസിനോട് വന്നുകൊണ്ടാണ്. E20 ഫ്യൂവലിൻ്റെ ബാറ്ററി ഉണ്ട് ഇതിനകത്ത്. നല്ല വണ്ടി ഉണ്ടല്ലോ. ഒരു 6 മാസത്തെ റിവ്യൂവിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇനി അടുത്ത വണ്ടി കിടക്കാം. ഇതാണ് അടുത്ത വണ്ടി, ഹോണ്ടയുടെ വണ്ടി. CB 350 ആണിത്. ഇതിൻ്റെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പച്ച കളർ വണ്ടി. പച്ച എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മാറ്റ് ഗ്രീൻ അങ്ങനെയൊക്കെ പറയാം. കലക്കം വണ്ടിയാണ്. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്, പറഞ്ഞില്ലേ. ഈ വണ്ടി ആള് ലോങ് റൈഡ് പോകാനാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. നല്ല വണ്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്കൂട്ടറിൻ്റെ ഇത്ര മൈലേജ് ഒന്നും കിട്ടില്ല, എങ്കിലും അത്യാവശ്യം ബുള്ളറ്റിൻ്റെ ബൈക്കിനൊക്കെ കിട്ടുന്ന മൈലേജ് കിട്ടും. വണ്ടി നല്ല കാണാനും യൂസ് ചെയ്യാനും. പിന്നെ ഹോണ്ടയാണ്. നല്ല സർവീസ് സെൻ്ററൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. വേറെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊന്നും ആൾ പറഞ്ഞിട്ടില്ല. ലോങ്ങൊക്കെ അത്യാവശ്യം പുള്ളി പോകാറുള്ളതാണ്. അപ്പം ഞാനൊരു ദിവസം ലോങ് റൈഡ് എടുത്തിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ഓടിച്ച് നോക്കിയത്. പക്ഷേ റോഡ് ഇത്തിരി മോശമായതുകൊണ്ട് ഇതിനകത്തൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. എന്തായാലും ദൂരം ഓടിക്കണം. പിന്നെ ഒരു ദിവസം ഈ വണ്ടി ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഓടിച്ചിട്ട് ഈ വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറയും. ഓക്കെ, നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു അവിടെ, തിരക്ക് ബഹളം. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ കൂടെ. അതുകൊണ്ട് ഞാൻ വീഡിയോ അത്ര ഭംഗിയാക്കാൻ പറ്റിയില്ലെങ്കിൽ വിചാരിച്ചത്രേ. ഇനിയിപ്പോൾ അടുത്തേൽ പിടിക്കാം നമുക്ക്. വിലയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അതറിയാലോ, അത് ഓരോ സമയത്ത് നമ്മൾ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വില കുറവുള്ളിടത്ത് നിന്ന് എടുക്കാൻ വേണ്ടി സർവീസ് നല്ല സ്ഥലത്തുള്ളിടത്ത് കൊണ്ടുപോകാം സർവീസ് ചെയ്യാനായിട്ട്. ഇടത്തോടെ തന്നെ നമ്മൾ സർവീസിന് കൊണ്ടുപോകണം നോക്കിയിട്ടൊന്നും നിയമമില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ.